أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال قد وقع عليكم من ربكم رجس وغضب أتجادلونني في أسماء سميتموها أنتم وآباؤكم ما نزل الله بها من سلطان فانتظروا إني معكم من المنتظرين. فأنجيناه والذين معه برحمة منا وقطعنا دابر الذين كذبوا بآياتنا وما كانوا مؤمنين. وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره قد جاءتكم بينة من ربكم هذه ناقة الله لكم آية فذروها تأكل في أرض الله ولا تمسوها بسوء فيأخذكم عذاب أليم. واذكروا إذ جعلكم خلفاء من بعد عاد وبوأكم في الأرض تتخذون من سهولها قصورا وتنحتون الجبال بيوتا فاذكروا آلاء الله ولا تعثوا في الأرض مفسدين. നമ്മൾ സൂറത്തു അൽ ആറാഫാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളാണ് പറയുന്നത്. അതിലിപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെത് നമ്മൾ കണ്ടു. അതിനുശേഷം ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിതിൽ പൊതുവായിട്ട് കണ്ട ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും. എല്ലാ പ്രവാചകന്മാരും തൗഹീദാണ് എന്താണ് ജനങ്ങളോട് പ്രബോധനം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഏകദേശം എല്ലാ പ്രവാചകന്മാർക്കും ജനങ്ങളിൽ നിന്ന് ഒരേ പ്രതികരണങ്ങളാണ് വരേണ്ടി വന്നിരുന്നത് എന്നും നമ്മളിതിൽ കണ്ടിട്ടുണ്ട്. പിന്നെ പൊതുവായി എല്ലാവരും പറയുന്ന ഒരു ന്യായം, അതാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അതായത് ഞങ്ങൾക്ക് നീ ശിക്ഷ കൊണ്ടുവന്നോ എന്ന് പറയുവാനുള്ള അവരുടെ ആത്മധൈര്യം എന്തായിരുന്നു? ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ മാർഗത്തിലാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ആ പൂർവ്വപിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് പോകുന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് എന്തു വരികയാണെങ്കിലും പ്രശ്നമല്ല എന്നതായിരുന്നു അവരുടെ ആദർശം. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് കാലു അജിഅ്തനാലി നഅ്ബുദല്ലാഹു വഹദ, നീ ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയാനാണോ? വനദറമാക്കാൻ യഅ്ബുദു ആബാഉന, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ആരാധിച്ചിരുന്നതിനെ ഒഴിവാക്കാൻ പറയാനാണോ നീ വന്നിരിക്കുന്നത്? എങ്കിൽ ഫഅ്തിനാ ബിമാ തഅദുന ഇൻ കുൻത മിനസ് സാദിഖീൻ,
നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷങ്ങ് കൊണ്ടുവാ, ഞങ്ങൾക്കൊരു പേടിയില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അള്ളാഹുവിൻ്റെ ചര്യ അതെവിടെയും അവനെന്ത് ചെയ്യും? അലംഘനീയമായി നടപ്പിലാക്കും. അവർ ചോദിച്ചതുകൊണ്ട് ശിക്ഷ വന്നോളന്നില്ല, അവർ ചോദിക്കാത്തതുകൊണ്ട് ശിക്ഷ എന്ത് ചെയ്യേണ്ടതില്ല, വരാതിരുന്നു കൊള്ളണമെന്നുമില്ല. ലാ ബുദ്ധമിൻ വുഖൂഇഹി ഫഇന്നഹു ഖദ് ഇൻ അഖദത് അസ്ബാബുഹു വഹാന വഖ്തുൽ ഹലാക്ക്. നാശത്തിൻ്റെ സമയം വന്നു, ശിക്ഷ നടപ്പിലാക്കാനുള്ള എല്ലാ കാരണങ്ങളും ഒത്തുവന്നു. അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ ശിക്ഷ സംഭവിക്കുക തന്നെ. ശിക്ഷണ് സംഭവിച്ചു. ശരിക്കും എന്താണ്? അള്ളാഹു നിർദ്ദേശിച്ച ശിക്ഷ അവർക്ക് അങ്ങോട്ട് വന്നു. അപ്പോൾ മനസ്സിലാക്കിയതുപോലെ തന്നെ എന്താണ്? സബ അലയാലിൻ വ സമാനിയത്ത അയ്യാം, 7 രാത്രിയും അങ്ങനെ 8 പകലുകളും നിരന്തരമായ കാറ്റ്. കാറ്റൊക്കെ 2 മിനിറ്റ് അടിച്ചാൽ മതി. അങ്ങനത്തെ കാറ്റാണെന്ത്? 7 രാത്രിയും 8 പകലും തുടരെ അടിച്ചു. അതുണ്ടായത്. അതാണ് ഇനി പറയാൻ പോകുന്ന 71-ൽ. കാല അദ്ദേഹം പറഞ്ഞു, ഖദ് വഖ അലൈക്കും മിർ റബ്ബിക്കും റിജ്സും വഗളബുൻ. ഖദ് വഖ അലൈക്കും മിർ റബ്ബിക്കും, തീർച്ചയായും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള റിജ്സുൻ വഗളബുൻ, ശിക്ഷയും കോപവും ഇതാ സംഭവിക്കുകയായി. ഇപ്പോൾ നടക്കും. നിങ്ങൾക്കുള്ള ശിക്ഷ ഇതാ വന്നെത്തിക്കഴിഞ്ഞു. വഖ അലൈക്കും, സംഭവിക്കുകയായി, മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിൽ നിന്നും, റിജ്സുൻ വഗളബുൻ. റിജ്സുൻ വഗളബുൻ, റിജ്സന ശിക്ഷയാണ്, ഗളബ് പറഞ്ഞ കോപമാണ്. നിങ്ങൾക്കിതാ സംഭവിക്കാൻ പോവുകയാണ്. അതുജാദിലൂനനി ഫി അസ്മാഇൻ സമ്മൈതുമുഹ, അതുജാദിലൂനനി ഫി അസ്മാഇൻ സമ്മൈതുമുഹ അൻതും വ ആബാഉക്കും. നേരത്തെ പറഞ്ഞതിൻ്റെ മറുപടി ഇവിടെ പറയണു. എന്താ നേരത്തെ പറഞ്ഞവർ? ഞങ്ങളെ വാപ്പകാരണന്മാർ ഞങ്ങളോട് പറഞ്ഞത് ഉപേക്ഷിക്കാനാണോ നീ പറയണത്? അവരാരാധിച്ചതിനെ ഞങ്ങളിനി ആരാധിക്കേണ്ടെന്നാണോ നീ പറയണത്? എന്നിട്ടൊരു ദൈവത്തെ ആരാധിക്കണമെന്നാണോ പറയുന്നത് എന്നാണ്. അതിന് ഹൂദ് നബിൻ്റെ മറുപടി എന്താണ്? അതുജാദിലൂനനി ഫി അസ്മാഇൻ സമ്മൈതുമുഹ, നിങ്ങളും നിങ്ങളുടെ പിതാക്കളും നിർണയിച്ചു വെച്ചിട്ടുള്ള ചില പേരുകളുടെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് തർക്കിക്കാൻ വരികയാണോ? ഇവരിട്ട ദൈവം, അതാണ് ബഹുദൈവ വിശ്വാസത്തിൻ്റെയും വിഗ്രഹാരാധനയുടെയും ഏറ്റവും വലിയൊരു പ്രശ്നം. അതാണ് എന്ന് പറഞ്ഞാൽ അവർ ദൈവമെന്ന് വിളിക്കുന്ന ആ പ്രതിരൂപവും അവരതിനിട്ട പേരും എല്ലാം അവരുടെ വകയാണ്. അതല്ലാതെ അള്ളാഹു പേരിട്ട് കൊടുത്തയച്ചതല്ല. യാതൊരു പ്രമാണവും യാതൊരു തെളിവും അവർക്കില്ല. അവർ സ്വന്തം നിലക്കുണ്ടാക്കിയ ദൈവം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ, ഇതിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം കണ്ടു. ഒരു ശില്പി എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ ഒരു വിഗ്രഹത്തിൻ്റെ ചിത്രം, ഒരു വിഗ്രഹത്തെ കൊത്തിണ്ടാക്കുകയാണ്. മഴയൊക്കെ എടുത്തിട്ട് കൊത്തിണ്ടാക്കുകയാണ്, ഫോട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള അടിക്കുറിപ്പാണെന്ത്? വിഗ്രഹത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുവോളം ഞാൻ ശില്പി, നീ വെറും ഒരു കല്ല് മാത്രം. ഇനി ഇതിൻ്റെ പണി പൂർത്തിയായാലോ നീ ദൈവം, ഞാൻ എന്താണ് നിൻ്റെ ഒരു അടിമ. അതാണ്. കുറച്ചിരുന്ന് ആലോചിച്ചാൽ ഈ പരിപാടിക്കൊന്നും പിന്നെ ആരെയും കിട്ടൂല. അതാണ് എൻ്റെ വിഷയം. വെറും ഒരു കല്ലെടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ ഒരു കല്ല് മാത്രമാണ്. അയാളുടെ കഴിവ് കൊണ്ടാണ് എന്ത് ചെയ്യണത്, എന്തായി മാറുന്നത്? ഒരു രൂപം. ആ രൂപം ഫുൾ ഫിനിഷിങ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തായി? ഉണ്ടാക്കിയ സാധനം മേലെയായി, ഉണ്ടാക്കിയവൻ എന്തായി? താഴെ. അതാണ് നിയമം. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പിതാക്കളും പേരിട്ട് വിളിക്കുന്ന ചിലത്, അതാണത്. കൈഫ തുജാദിലുന അല ഉമൂരിൻ, നിങ്ങൾ എങ്ങനെ എന്നോട് വാദിക്കാൻ വരിക? ലാ ഹഖായിക ലഹ, നിങ്ങൾ പറയുന്നതിനൊന്നും വസ്തുതകളില്ല. വ അല അസ്നാമിൻ സമ്മൈതുമുഹ ആലിഹ, നിങ്ങൾ വിളിച്ചിരിക്കുകയാണ് ചില ബിംബങ്ങളെ എന്താണ് ദൈവങ്ങളാണെന്ന്. വഹിയ ലാ ശൈഅ മിനൽ ഇലാഹിയത്തി ഫിഹ, അവക്കൊന്നും ദൈവികതയിൽ നിന്നൊന്നും തന്നെയില്ല.
വലാ മിസ്കാല ദർറ, ഒരു അണുമണിത്തൂക്കം പോലും ദൈവീകത അവർക്കില്ല എന്നർത്ഥം. മാ നസ്സലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹു അതിന് യാതൊരു അധികൃത രേഖയും യാതൊരു പ്രമാണവും അവയെപ്പറ്റി അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഫൻതളിറു, നിങ്ങൾ കാത്തിരിക്കുക. ഇന്നി മഅക്കും മിനൽ മുൻതളിരീൻ, ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കാമെന്നാണ്. എന്തെങ്കിലും ഒരു തെളിവ്, നിങ്ങൾ ഈ ആരാധിക്കുന്നവയൊക്കെ ദൈവങ്ങളാണെന്നോ അവക്ക് ദിവ്യത്വമുണ്ടെന്നോ പറയാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഒന്നും നിങ്ങൾക്കില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്തോളൂ, കാത്തിരുന്നുകൊള്ളൂ. ഫൻതളിറു എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ശിക്ഷ നിങ്ങൾ എന്ത് ചെയ്യുക, കാത്തിരിക്കുക. എപ്പോഴാണ് ആ ശിക്ഷ സംഭവിക്കുക എന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇരുന്നോളൂ എന്നാണ്. കാല ഖദ് വഖഅ അലൈക്കും മിൻ റബ്ബിക്കും റിജ്സും വഗളബ് അതുജാദിലൂനനി ഫീ അസ്മാഇൻ സമ്മൈതുമുഹാ അൻതും വആബാഉക്കും മാ നസ്സലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ ഫൻതളിറു ഇന്നി മഅക്കും മിനൽ മുൻതളിരീൻ. ഷിർക്കിൻ്റെ നിരർത്ഥകതയും തൗഹീദിൻ്റെ മഹത്വവുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വലിയൊരു സന്തോഷം എന്താ വെച്ചാൽ, നമ്മുടെ വിശ്വാസങ്ങളാകട്ടെ കർമ്മങ്ങളാകട്ടെ എന്താവട്ടെ, ഇസ്ലാമിൻ്റെ പേരിലുള്ള എന്ത് കാര്യങ്ങൾക്കും യുക്തിപരവും പ്രമാണപരവുമായിട്ടുള്ള ഒരു തെളിവ് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ വലിയ വലിയ ത്യാഗങ്ങളും നേർച്ചകളും വഴിപാടുകളും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊന്നും ഒരു നല്ലൊരു കാര്യമാണെന്നതിന് യാതൊരു രേഖയും അവരെ കയ്യിലില്ല. തിരിച്ചൊരാൾ എന്തെങ്കിലും ചോദിച്ചാൽ ആകെ ആശയക്കുഴപ്പമാവും. അവിടെയാണ് ഒരു സത്യം ഉൾക്കൊണ്ട് ജീവിക്കുന്നവൻ്റെ മനക്കരുത്തും കഴിവും. മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും വല്ല പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വന്നിട്ട് നമ്മളിനി എന്താ കാട്ടുക എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഒരു റുക്നിൻ ഷദീദ്, വളരെ ശക്തമായ ഒരു അവലംബത്തിൽ മാത്രമേ നമുക്ക് നമ്മളെ സമർപ്പിക്കാൻ പറ്റുള്ളൂ. എന്നെ കാത്തോളും എന്ന് 100% നമുക്ക് ഉറപ്പ് വേണം. അല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പരമേൽപ്പിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഘട്ടം വരുമ്പോഴാണ് ഈ അള്ളാഹു അല്ലാത്ത പ്രതിരൂപങ്ങളെയും ഈ നിരർത്ഥകമായതിനെയൊക്കെ ആരാധിച്ചിരുന്ന ആളുകൾ ഒരു ഇടങ്ങേറ് മുന്നിൽ വരുമ്പോൾ ഓർക്ക് തന്നെ ധൈര്യം ഉണ്ടാവില്ല ചോദിക്കാൻ. ഓർക്ക് തന്നെ ധൈര്യം കിട്ടൂല ഇതിനോട് ചോദിക്കാൻ. എന്തുറപ്പുള്ളത് സഹായിക്കും എന്നുള്ളതിന് ഓലെയും വിചാരിച്ചിരുന്നിട്ട് ഓർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ കഴിഞ്ഞില്ല പരിപാടി. അപ്പം നല്ല ഉറച്ച വിശ്വാസമുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ശിക്ഷ സംഭവിച്ചു. എന്താ ഉണ്ടായത്? فأنجيناه والذين معه برحمة منا وقطعنا دابر الذين كذبوا بآياتنا وما كانوا مؤمنين. فأنجيناه, അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി. ഹൂദ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തി. അവിടെ കിടന്ന് ആലോചിക്കുകയാണ് നിങ്ങൾ, ഒരു നാട്ടിൽ മൊത്തം ശിക്ഷ ഇറങ്ങാണ്, ഒന്നിച്ച് കാറ്റടിച്ച് തകരാണ്. ആ ശിക്ഷ പുറപ്പെടുന്നതിന് മുമ്പ് വളരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് എന്ത് ചെയ്യാണ്, ഹൂദ് നബിനെയും വിശ്വസിച്ച ആളുകളെയും അള്ളാഹ് രക്ഷപ്പെടുത്താൻ അതന്നെ മതിയില്ലേ. പടച്ചോൻ്റെ ആ പ്രവർത്തനങ്ങൾ, നേരിട്ടുള്ള പ്രവർത്തനം മനസ്സിലാവാൻ അതന്നെ പോരെ. അതായത് ഒരു നാട്ടിൽ ഒന്നിച്ച് ശിക്ഷ ഇറങ്ങുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ആരെ മാത്രം മാറ്റി നിർത്തുകയാണ്? പ്രവാചകനെയും പ്രവാചകനെ വിശ്വസിച്ച ആളുകളെയും. അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ മനസ്സിലാക്കാൻ അത് തന്നെ മതിയില്ലേ. ഫൻജൈനാഹു, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വല്ലദീന എന്ന സത്യവിശ്വാസികളെ, മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ച ആളുകളെയും ബിറഹ്മത്തി മിന്ന, നമ്മുടെ വക കാരുണ്യം കൊണ്ട്, നമ്മുടെ അടുക്കുന്നൊരു കാരുണ്യം കൊണ്ട് അവരെ നമ്മൾ എന്ത് ചെയ്തു, രക്ഷപ്പെടുത്തി. ഇത് ദുനിയാവിലും ഇങ്ങനെ തന്നെയാണ്, പരലോകത്തിലും ഇങ്ങനെ തന്നെയാണ്. പരലോകത്തും എല്ലാ ജനകോടികളും വരുമ്പോൾ അതിൽ നല്ലത് ചെയ്ത ആളുകൾ വേറിട്ടാണ് നിൽക്കും. ഫംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഒക്കെ എല്ലാ നിലക്കും വേറിട്ട് ഓരോ സംഗതിയിലും വ്യത്യാസം ഉണ്ടാകും. അവർക്ക് കിട്ടുന്ന വെളിച്ചത്തിൽ, അള്ളാഹു കൊടുക്കുന്ന തണൽ,
എല്ലാ സംഗതികളും വ്യത്യസ്തമായിരിക്കും. ആ ഒരു വ്യതിരിക്തത അവിടെ നിന്ന് ശരിക്കങ്ങട് അനുഭവിക്കും. ഇവിടെയും ശിക്ഷ വന്നപ്പോൾ എന്ത് ചെയ്തു? പ്രവാചകനെയും കൂടെയുള്ളവരെയും അള്ളാഹു മാറ്റി നിർത്തി. വഖതഅനാ ദാബിറല്ലദീന കദ്ദബു ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കിയവരുടെ മുരടു നാം മുറിച്ചു കളഞ്ഞു എന്നാണ്. വഖതഅനാ ദാബിറ, മുരടു നാം മുറിച്ചു കളഞ്ഞു. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവിടെ മുരട് നാം മുറിച്ചു കളഞ്ഞു. വമാക്കാനു മുഅ്മിനീൻ, അവരെന്തായിരുന്നില്ല? വിശ്വാസികളായിരുന്നില്ല. 7 രാത്രിയും 8 പകലും നീണ്ടുനിന്ന അത്യുഗ്രമായൊരു കൊടുങ്കാറ്റ്. ഒരു സംഗതി നമ്മൾ പ്രത്യേകം ഇവിടെ നോക്കണം. വമാക്കാനു മുഅ്മിനീൻ എന്ന് പറയുന്നുണ്ട് 72-ാമത്തെ ആയത്തിന് അവസാനം. അതിൻ്റെ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ, ഈമാൻ ഉള്ളതുകൊണ്ടാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാമും കൂടെയുള്ളവരും ശിക്ഷയിൽ പെടാതിരുന്നത്. ഈമാൻ, അവർ മുഅ്മിനീങ്ങളായിരുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ടാണ് അള്ളാഹു അവരെ ശിക്ഷയിൽ നിന്നും എന്തായത്? രക്ഷപ്പെടുത്തിയത്. മനസ്സിലായില്ലേ? എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം, എതിരാളികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവർക്ക് ഈമാനില്ല. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്ത് നശിച്ചു പോയത്. അപ്പോൾ നമ്മൾ എവിടെയും നമ്മുടെ വിശ്വാസം പരിശുദ്ധമാണെങ്കിൽ നമുക്കെന്ത് ചെയ്യാറ്? ധൈര്യമായി നിൽക്കാനാണ് പറയുന്നത്. നമ്മുടെ ഈമാൻ നമുക്കുണ്ടെങ്കിൽ നമുക്കെവിടെയും രോഗത്തിന് മുന്നിലും മരണത്തിന് മുന്നിലും പ്രതിസന്ധികൾക്ക് മുന്നിലുമെല്ലാം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. മുഅ്മിനുകളായ ആളുകളായതുകൊണ്ടാണ് അള്ളാഹു അവർക്കെന്തായത്? സംരക്ഷണം നൽകിയത് എന്നാണ്. എന്നാൽ വഖതഅനാ ദാബിറല്ലദീന കദ്ദബു ബിആയാതിന വമാ കാനു മുഅ്മിനീൻ, അവരെന്ത് നശിപ്പിക്കാൻ കാരണം? അവരാരും എന്തായിരുന്നില്ല? സത്യവിശ്വാസികൾ ആയിരുന്നില്ല. മനസ്സിലായി? ഇനിയിപ്പോൾ അതാണ്. ഇനി അടുത്തത് സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട സ്വാലിഹ് നബിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് അറബ് നാട്ടിൽ തന്നെയാണ്, ഹിജാസിൽ തന്നെയാണ്. ശരിക്കും അവിടെ തന്നെയാണ് ഉള്ളത്. മനസ്സിലായില്ലേ? അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു ഗോത്രമാണ് ഇത്, സമൂദ് ഗോത്രം. അവർ ഹിജ്റിലാണ് താമസിച്ചിരുന്നത്. ജസീറത്തുൽ അറബിലുള്ള ഹിജാസിൻ്റെ ഭൂമിയിൽ ഹിജ്ർ എന്ന് പറയുന്ന പ്രദേശത്താണ് അവർ താമസിച്ചിരുന്നത് എന്നാണ്. മനസ്സിലായില്ലേ? നോക്കൂ, ഇലാ സമൂദ അഖാഹും സ്വാലിഹ, ഇലാ സമൂദ എന്താണ്? സമൂദ് ഗോത്രത്തിലേക്ക് നാം അയച്ചു അഖാഹും സാലിഹൻ, അവിടെ സഹോദരൻ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ. കാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി ഉബ്ദുല്ലാഹ മാലക്കും മിന്നിൽ. വാചകം കൂടി മാറ്റിയിട്ടില്ല. നമ്മൾ നേരത്തെ ഹൂദ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞതും നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞതും ഒക്കെ എന്തെന്നെയാണ്? കാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. എൻ്റെ ജനതയെ നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ ആരാധിക്കുക, അവനല്ലാതെ നിങ്ങൾക്ക് എന്തില്ല. ദഅവത്തുഹു അലൈഹിസ്സലാത്തു വസ്സലാം മിൻ ജിൻസി ദഅവതി ഇഖ്വാനിഹി മിനൽ മുർസലീൻ. തൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാർ എന്താണോ പ്രബോധനം ചെയ്തത് അതു തന്നെയാണ് ആരും പ്രബോധനം ചെയ്തത്? സ്വാലിഹ് നബി അലൈഹിസ്സലാമും പ്രബോധനം ചെയ്തത്. എന്നിട്ടെന്താ പറഞ്ഞു കൊടുത്തത്? ഖദ് ജാഅതുക്കും ബയ്യിനത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതാണ് പ്രവാചകന്മാരുടെ കൂടെ ജീവിച്ച ആളുകൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം അതായിരുന്നു. എന്താണ്? നേർക്ക് നേരെ അത്ഭുതങ്ങൾ കാണാൻ അവർക്ക് അവസരം കൊടുത്തു. നബി സ്വല്ലല്ലാഹു കൂടെയൊക്കെ ജീവിച്ച സഹാബത്തെ എന്തൊക്കെ അത്ഭുതങ്ങളാണ് കണ്ടത്. നമ്മൾ പറഞ്ഞില്ലേ, ഹുദൈബിയ സന്ധിൻ്റെ സമയത്ത് 1500ഓളം ആളുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി കൂടെ ഉണ്ട്. ആ സമയത്താണ് എന്ത്? ഒരു ചെറിയ റിക്വത്ത് എന്ന് പറഞ്ഞ ചെറിയൊരു പാത്രം, ആ പാത്രത്തിൽ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വെള്ളപ്പാത്രം നബി സ്വല്ലല്ലാഹു അലൈഹി കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ നബി ഇന്ന് കുടിച്ചു, ഒലുവെടുത്തു. നബി ഒലുവെടുത്ത് തീരാനായപ്പോൾ എല്ലാവരും പാടെ ഒന്നിച്ച് ഓടി വന്നിട്ട് പറഞ്ഞു, നബിയെ ഇനി ഈ വെള്ളം മാത്രമേ ഉള്ളൂ, ഒരു തുള്ളി വെള്ളം വേറല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒലുവെടുക്കാനും ഞങ്ങൾക്കും എല്ലാവർക്കും കുടിക്കാനും കൂടെ ഈ ചെറിയ പാത്രത്തിലെ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി എന്ത് ചെയ്തു? അതിൽ കൈ വെച്ചു. കൈ വെച്ചപ്പോൾ ശരിക്കും എന്ത് ചെയ്തു? വിരലിൻ്റെ ഇടയിലൂടെ എന്ത് ചെയ്തു? ഉറവ പോലെ വെള്ളം തുടങ്ങണം. 15 മിആനാണ്, 1500 പറഞ്ഞാൽ
1500 ആൾ കുടിച്ച് കുളിച്ച് ഈ 1500 ആൾ ഇത് കാണുകയാണ്. അതേപോലെ അത് ബുഖാരിൻ്റെ ഹദീസാണ്. അതേപോലെ കാണുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി നബിൻ്റെ പള്ളി ഈത്തപ്പനയുടെ ഇതുകൊണ്ട് മേഞ്ഞതായിരുന്നു. അപ്പോൾ അതിലൊരു കൊള്ളിമ പിടിച്ചിട്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി ഖുത്ബ പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ നബിക്ക് ഒരാളൊരു മിമ്പർ ഉണ്ടാക്കി കൊടുത്തു. അപ്പം നബി എന്ത് ചെയ്തു? ആ മിമ്പർമക്ക് നീങ്ങി. അപ്പം നബി അതുവരെ പിടിച്ച് നിന്നിരുന്ന ആ ഈത്തപ്പന എന്ത് ചെയ്തു? തേങ്ങിക്കരഞ്ഞു എന്ന്. നേരിട്ട് സഹാബത്ത് കേൾക്കുകയാണ്, ഒരു റിപ്പോർട്ട് ചെയ്യുകയാണ്, കാണുകയാണ് നേരിട്ട്. അപ്പം നബി അതിനെ പോയിട്ട് ഇങ്ങനെ കൈവച്ച് സമാധാനിപ്പിച്ചു. ഇപ്പോൾ സക്കനത്ത് ഇപ്പം എന്ത് ചെയ്തു? സമാധാനമായിരുന്നു. ഇതൊക്കെ നേരിട്ട് കാണുകയല്ലേ. മൂസാ നബി അലൈഹി സ്വലാം പാറയിൽ അടിക്കുന്ന സമയത്ത് വെള്ളം വരുന്നത് കാണല്ലേ ആൾക്കാർ? 12 ഉറവകൾ ശരിക്കും ഇങ്ങനെ കാണല്ലേ. എന്താണൊക്കെ വിശ്വാസം നേരണ്ട്. അതേമാതിരി തന്നെ ഞങ്ങൾക്കൊരു ദൃഷ്ടാന്തം വേണമെന്ന് പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ നോക്കാൻ വേണ്ടി പറഞ്ഞു. 2 പിളർപ്പായി 2 ഭാഗത്ത് ചന്ദ്രൻ ഇങ്ങനെ മാറുന്നു. 2 പ്രാവശ്യം സംഭവിച്ചു. മറത്തൈൻ ശരിക്കും 2 പ്രാവശ്യം മറത്തൈൻ എന്നാണ് 2 പ്രാവശ്യം. ഇഷ്ഹദൂ ലഹു, നിങ്ങളിതിന് സാക്ഷ്യം വഹിക്കൂ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു എന്നാണ്. അങ്ങനെ അപ്പം എന്താണെന്ന് വിചാരിച്ചാൽ അതൊക്കെ നേരിട്ട് കാണുന്നവർക്ക് ആ വിശ്വാസവും ഈമാനും എത്ര ദൃഢമാകും എന്നുള്ളതാണ്. ഇവിടെ കാണിച്ചു കൊടുക്കാനൊരു ഒട്ടകത്തെയാണ് നേരിട്ട്. വൈലാ സമൂദ അഖാഹും സ്വാലിഹൻ ഖദ് ജാഅത്തുക്കും ബയ്യിനത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് ഇതാ നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു. എന്താണ് ആ തെളിവ്? ഖാരിക്കും മിൻ ഖവാരിക്കിൽ ആദാത്തില്ലത്തി ലാ തകൂനു ഇല്ല ആയ സമാവിയ, ഒരു ദൈവീകമായ ഒരു ദൃഷ്ടാന്തം, ഒരു അത്ഭുതകരമായ പതിവിന് നമ്മളുടെ സാധാരണ കാര്യങ്ങളിൽ നിന്ന് അസാധാരണമായിട്ടൊരു സംഭവമാണ്. അതൊരിക്കലും ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. എന്താണത്? ഹാദിഹി നാക്കത്തുള്ള, ഇതാ അള്ളാഹുവിൻ്റെ വക ഒട്ടകം, അള്ളാഹുവിൻ്റെ വക ഒട്ടകം. ഷരീഫത്തുൻ ഫാളിലത്തുൻ, ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതമായ ഒരു ഒട്ടകത്തെ, അള്ളാഹുവിൻ്റെ ഒട്ടകം. ലക്കുമായ, നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. ഫദറൂഹാ തഅകുലു ഫീ അർളില്ലാ, ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനങ്ങൾ ഉപദ്രവിക്കരുത്, അതിനങ്ങൾ വിട്ടോളി. അതെന്താകട്ടെ? അള്ളാഹുവിൻ്റെ ഭൂമിയിലൂടെ നടന്ന് ഭക്ഷിച്ചു കൊള്ളട്ടെ. വല തമസ്സൂഹ ബിസൂഇൻ, അതിന് ഒരു ഉപദ്രവവും നിങ്ങൾ ഏൽപ്പിക്കരുത്. വല തമസ്സൂഹ ബിസൂഇൻ, അതിനെ ഒരു ഉപദ്രവവും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഏൽപ്പിക്കരുത് എന്നാണ്. ഫയഖുദക്കും അദാബുൻ അലീം, അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ വന്നു ചേരുമെന്നാണ്. അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ പിന്നെ ഇവർക്ക് ഈ ഹിജ്റിൽപ്പെട്ട ഈ മൊത്തം ഗോത്രക്ക്, ഈ സമൂദ് ഗോത്രക്കാർക്ക് എല്ലാവർക്കും പാടെ വെള്ളം കുടിക്കാണ്ടെന്ന് കാന ഇന്ദഹും ബിറും കബീറ, അവിടെ വലിയൊരു കിണറുണ്ടായിരുന്നു. വഹിയൽ മാറൂഫ ബിറുൻ നാക്ക എന്നാണ് ആ കിണറിന് പറയാം. ബിറുൻ നാക്ക, ഒട്ടകത്തിൻ്റെ കിണർ എന്നാണ് അതിനറിയപ്പെടുക. അങ്ങനെ എന്താണ്? യതനാവബൂനഹ ഹും വന്നാക്ക, അവരും ആ ഒട്ടകവും എന്ത് ചെയ്യും? ഊഴമായിക്കൊണ്ട് ഇന്ന് വെള്ളം കുടിച്ചു. ലിന്നാക്കത്തി യൗമുൻ തശ്റബുഹ, ഒരു ദിവസം ഒട്ടകം കുടിക്കും. വയശ്റബൂന ലബന മിൻ റഇഹ, അപ്പം അന്ന് അവരെന്ത് ചെയ്യും? ആ ഒട്ടകത്തിൻ്റെ അകിട്ടിൽ നിന്നും പാൽ അവർ കുടിക്കും. എന്നാൽ അടുത്ത ദിവസം എന്ത് ചെയ്യും? അവർ എന്ത് ചെയ്യും? വെള്ളം കുടിക്കും. അങ്ങനെ ഊഴമായിട്ടാണ് അവർ ചെയ്തിരുന്നത് എന്നാണ്. അങ്ങനെ അവരോട് പറഞ്ഞു എന്ത്? സ്വാലിഹ് നബി, ഫദറൂഹ തഅകുലു ഫീ അർളില്ല, അതായത് നിങ്ങൾ അതിനെ ഒരു ഉപദ്രവവും ചെയ്യാതെ അതിനങ്ങൾ വിട്ടൊള്ളിയും എന്നാണ്. വല തമസ്സൂഹ ബിസൂ എന്ന് പറഞ്ഞാൽ നിങ്ങളതിനെ അറുക്കേ വേദനിപ്പിക്കേ ഒന്നും ചെയ്യരുതേ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കഠിനമായ ശിക്ഷ നിങ്ങൾക്ക് വരും എന്ന് അവരെ എന്ത് ചെയ്തു? ഓർമ്മിപ്പിച്ചു. പക്ഷേ അവർ പറഞ്ഞത് കേട്ടോ? ഇല്ല. എന്താണ്? ഇതിം ബാസ അഷ്കാഹ, അവരിൽ ഏറ്റവും കുരുത്തം കെട്ട ഒരാൾ എന്ത് ചെയ്തു? വന്നു. അങ്ങനെ എന്ത് ചെയ്തു? ഫഅഖറൂഹ, അതിനെ അറുത്തു. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ വലാ യഖാഫു ഉഖ്ബാഹ എന്നാണ് കേട്ടോ. അതോടുകൂടെ ഓരോ കഥയും കഴിഞ്ഞു. അവരെ ഓർമ്മിപ്പിക്കാണ്. വദുക്കുറു ഇത് ജഅലക്കും
ഖുലഫാഅ മിൻ ബഅദി ആദ് ബവ്വഅകും ഫിൽ അർള് തത്തഖിദൂന മിൻ സുഹൂലിഹാ ഖുസൂറ വതൻഹിതൂനൽ ജിബാല ബുയൂത ഫദ്കുറൂ ആലാ അല്ലാഹി വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. നേരത്തെ അറിയാലോ, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ മൊത്തം നശിപ്പിച്ച് നൂഹ് നബി അലൈഹിസ്സലാമിൽ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ ഉള്ള വിശ്വാസികളെയും രക്ഷപ്പെടുത്തി. അവരിൽ നിന്നാണ് ആര് വരുന്നത്? ആദ്. അവരിൽ നിന്നാണ് ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായം വന്നത്. ആ ഹൂദ് നബിയോടിൻ്റെ സമുദായത്തെ അഭിസംബോധിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, മുഴുവൻ ആളുകളെയും മുക്കിക്കൊന്നപ്പോൾ ഒരു കേടും പറ്റാതെ നിങ്ങൾ അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടല്ലേ നിങ്ങൾ വന്നത്, അതൊക്കെ നിങ്ങൾക്ക് ആ നന്ദി വേണ്ടേ. ഇപ്പം ഇവിടെ ഓർമ്മപ്പെടുത്താണ് എന്താണ് ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ രക്ഷപ്പെട്ടവരാ ഇവർ. ഹൂദ് നബി അലൈഹി ഇസ്ലാം രക്ഷപ്പെട്ടപ്പോൾ കൂടെ രക്ഷപ്പെട്ട ആളുകളാണ് ഇവരാണ് പിന്നെന്ത് ചെയ്യണത്? അവരും അവരുടെ സന്താന പരമ്പരകളുമാണ് ആരോട് ധിക്കാരം കാണിക്കുന്നത്? സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനോട് ധിക്കാരം കാണിക്കുന്നത്. അപ്പം അല്ലാഹ് പറയാണ്, വദ്കുറൂ, നിങ്ങൾ ഓർക്കുക, ഇത് ജഅലക്കും ഖുലഫാഅ മിൻ ബഅദി ആദ്. ആദിന് ശേഷം എന്താണ്? ഭൂമിയിൽ അവൻ നിങ്ങളെ പിൻഗാമികളാക്കി. അതേപോലെ തന്നെ വബവ്വഅകും ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തി തന്നു. തത്തഖിദൂന മിൻ സുഹൂലിഹാ ഖുസൂറ, എന്താണ് അതിൻ്റെ സുഹൂൽ? സമതലങ്ങൾ. അവിടുത്തെ സമതലങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്തു? കൊട്ടാരങ്ങൾ ഉണ്ടാക്കി. വതൻഹിതൂനൽ ജിബാല ബുയൂത, പർവ്വതങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്തു? മലകൾ തുരന്ന് നിങ്ങൾ വീടുകൾ വെട്ടിയുണ്ടാക്കുകയും ചെയ്തു. ഒരു വലിയൊരു പാറെടുക്കുക, ജനലും വാതിലൊക്കെ വെട്ടിയിട്ട് എന്ത് ചെയ്യും? അതൊരു വീടുണ്ടാക്കും. ഉള്ളത്തെ മൊത്തം സംഗതി ഉണ്ട് എടുത്തിട്ട് ആ പാറ തുരന്നിട്ട് അവർ വീടുണ്ടാക്കും. അതിനുള്ളൊരു കഴിവും അതിനുള്ള സാങ്കേതിക വിദ്യയും അവർക്ക് പകർന്നു കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരതൊക്കെ ചെയ്തു. അതുകൊണ്ട് ഫദ്കുറു ആലാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, ഭൂമിയിൽ നിങ്ങൾ എന്തുണ്ടാക്കരുത്? കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ പരസ്യമായി അവർ തള്ളി. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? അവർക്കും ശിക്ഷ കൊടുത്തു എന്നുള്ളതാണ് പറയണത്. അതായത് ഭൂമിയിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ അള്ളാഹു തന്നു. ഭൂമിയിൽ നിങ്ങളെ അള്ളാഹു എന്ത് ചെയ്തു? അനന്തരഗാമികളാക്കി. അവൻ നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തന്നു. നിരന്ന ഭൂമികൾ മുഴുവനും നിങ്ങൾ എന്ത് ചെയ്തു? കെട്ടിടങ്ങൾ ഉണ്ടാക്കി. വലിയ പർവ്വതങ്ങൾ തുരന്ന് നിങ്ങൾ വീടുകളുണ്ടാക്കി. അതുകൊണ്ട് ഇതൊക്കെ ചെയ്തെന്ന അള്ളാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കണം. തെറ്റുകൾ ചെയ്യാതെ അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ജീവിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നല്ല സംഭവിച്ചത് കേട്ടോ. ബാക്കി അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഖദ് വഖഅ അലൈക്കും മിർ റബ്ബിക്കും റിജ്സും വഗളബ് അതുജാദിലൂനനി ഫീ അസ്മാഇൻ സമ്മൈതുമൂഹാ അൻതും വആബാഉക്കും മാ നസ്സലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ ഫന്തളിറൂ ഇന്നി മഅക്കും മിനൽ മുൻതളിരീൻ. ഫഅൻജയ്നാഹു വല്ലദീന മഅഹു ബിറഹ്മത്തിൻ മിന്നാ വഖതഅനാ ദാബിറല്ലദീന കദ്ദബൂ ബിആയാതിനാ വമാ കാനൂ മുഅ്മിനീൻ. വഇലാ തമൂദ അഖാഹും സാലിഹാ قال يا قوم اعبدوا الله ما لكم من إله غيره
قد جاءتكم بينة من ربكم هذه ناقة الله لكم آية فذروها تأكل في أرض الله ولا تمسوها بسوء فيأخذكم عذاب أليم واذكروا إذ جعلكم خلفاء من بعد عاد وبوأكم في الأرض تتخذون من سهولها قصورا وتنحتون الجبال بيوتا فاذكروا آلاء الله ولا تعثوا في الأرض مفسدين